السلام عليكم ورحمة الله. كيف حالكم وأخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع فيزي. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകാനായി, വരാനായി, കഴിയാറായി, തുറക്കാറായി, അടയ്ക്കാറായി, പുറത്തു വരാനായി, ഇങ്ങനെ ഒരു കാര്യമാകാനായി എന്നുള്ളൊരു പ്രയോഗം. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ ജോലി തുടങ്ങാറായി അല്ലെങ്കിൽ അവൻ വരാറായി എന്നൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കട തുറക്കാനായി, ഇന്നത് പോകാനായോ, പോകാനായി, വരാനായോ, വരാനായി എന്ന രൂപത്തിൽ. അപ്പോൾ നമുക്ക് അറബിയിൽ അതെങ്ങനെയാണ് പറയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജോലി സംബന്ധമായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരുന്ന ഒരു സംഗതി തന്നെയാണ്. ഓക്കെ, കാരണം കസ്റ്റമേഴ്സായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ സ്ഥിരമായി ചോദിക്കും, മുദീർ വരാനായോ, നമുക്ക് മുദീർ വരാനായി എന്ന് അവരോട് പറയണം. അല്ലെങ്കിൽ കട തുറക്കാനായോ, കട പിന്നെ എപ്പോഴാണ് അടയ്ക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കട അടയ്ക്കാനായി, തുറക്കാനായി, ഇങ്ങനെ പോകാനായി, വരാനായി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യം ആകാനായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ ബോർഡിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ 4 രൂപത്തിൽ നമുക്കത് പറയാം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഇത് ഗിരീബ് എന്നാണ് പറയാം. ഗിരീബ്, ശരിക്കും ഈ വാക്ക് ഖരീബ് എന്നാണ്. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, നിയർ, ക്ലോസ് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഖരീബ്. ഇപ്പോൾ ബൈത്തി ഖരീബ് മിന സൂഖ്, എൻ്റെ വീട് മാർക്കറ്റിന് അടുത്താണ് എന്ന് പറയാനായിട്ട് ഖരീബ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വാക്ക് തന്നെയാണ് ഗിരീബ് എന്നാണ് സംസാരത്തിൽ പറയുക. ഗിരീബ്, എന്താണ് ഗിരീബ്. ഓക്കെ, രണ്ടാമത്തേത് ബഅദ ശുവയ്യ. എന്താണ് ബഅദ? ഓക്കെ, ബഅദ ശുവയ്യ. ബഅദ ശുവയ്യ, ബഅദ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആഫ്റ്റർ, ശേഷം. നമുക്കറിയാം ഒരുപാട് വീഡിയോയിൽ ഈ ഒരു ബഅദ ശുവയ്യ അല്ലെങ്കിൽ ബഅദ ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, ഉദാഹരണങ്ങൾ സഹിതമൊക്കെ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് അൽ ഹീൻ എന്നുള്ളത്. എന്താണ് അൽ ഹീൻ? അൽ ഹീൻ, ബഅദ ശുവയ്യ എന്ന് പറഞ്ഞാൽ അല്പസമയത്തിന് ശേഷം എന്നാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്. നമ്മൾ മലയാളത്തിൽ സംസാരത്തിൽ പറയല്ലോ, കുറച്ച് കഴിഞ്ഞ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ് അൽ ഹീൻ, ഇതാ ഇപ്പോൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കില്ല, ഇപ്പോൾ എന്ന അർത്ഥത്തിൽ. ഓക്കെ, അൽ ഹീൻ. അപ്പോൾ ബഅദ ശുവയ്യ അൽ ഹീൻ, അതാണ് രണ്ടാമത്തേത്. ഓക്കെ, മൂന്നാമത്തെ അവിടെ നിൽക്കട്ടെ. നാലാമത്തെ എന്താണ്, ശുവയ്യ ബാഗി എന്നാണ് പറയാം. ശുവയ്യ ബാഗി. ശുവയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഉപയോഗിച്ച ശുവയ്യ ഓക്കെ കുറച്ച്, അല്പം എന്ന അർത്ഥത്തിലാണ്. ബാഗി, ശരിക്കും ഈ വാക്ക് ബാക്കി എന്നാണ്. ബാക്കി, നമ്മൾ മലയാളത്തിലും ബാക്കി എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ, ബാലൻസ് എന്നുള്ളതിന്. അതിൻ്റെ ശരിയായ വാക്കാണ് ബാക്കി. ഓക്കെ, സംസാരത്തിൽ വരുമ്പോൾ ഈ ക എന്ന സൗണ്ട് ഗായാകും അല്ലേ. അപ്പോൾ അതിനെന്താ പറയുക, ബാഗി. അപ്പോൾ ശുവയ്യ ബാഗി എന്നുള്ളതാണ് പറയുക. ശുവയ്യ ബാഗി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് എന്താണ്, ബ എന്നാണ് ഈ അക്ഷരം. ഓക്കെ, ഇവിടെ നമുക്ക് ബ എന്ന് എഴുതാം. ഈ ബ എന്ന അക്ഷരം ഫ്യൂച്ചർ ടെൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. അത് ബ എന്നും ബി എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ബ ബി എന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതാണ്. അത് ഫ്യൂച്ചർ ടെൻസിലും പറയാം എന്നുള്ളതിന്, അതിനാണ് ഞാൻ ബ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഏത് വെർബാണോ, ഏത് ക്രിയയാണോ, ഏത് വാക്കാണ് നമുക്ക് വേണ്ടത്, ആ വാക്ക് ഇവിടെ ചേർക്കും. ഓക്കെ, ഈ 4 രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്കത് പറയാം. 4 രൂപത്തിൽ പറഞ്ഞാലും സംഗതി ക്ലിയർ ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ 4 രൂപത്തിൽ എങ്ങനെ പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് എന്തെടുക്കാം, നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പോകാൻ സമയമായി. മാർക്കറ്റിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 മണിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 മണി ആകാനാവുമ്പോൾ നമ്മൾ പറയും, ഓക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ 4 രൂപത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഉത്തരം പറയേണ്ടത്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനായോ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനായോ, അല്ലെങ്കിൽ എപ്പോഴാണ് മാർക്കറ്റിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, മറ്റേ ബിത്റൂഹ്, നീ എപ്പോഴാണ് മാർക്കറ്റിലേക്ക് പോവുക എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചു. മറ്റേ ബിത്റൂഹ്, എപ്പോഴാണ്
മാർക്കറ്റിലേക്ക് പോവുക. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് നമുക്കിന്ന് പറയാം ഗിരീബ്. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ ക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുക. ഗിരീബ് ബിൻ റൂഹ്. ഗിരീബ് ബിൻ റൂഹ്. ബിൻ റൂഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും എന്നർത്ഥം. ഓക്കെ, മാർക്കറ്റിന് എന്താണ് പറയാ? അസൂഗ്. മറന്നിട്ടില്ലാന്ന് വിചാരിക്കണം. മാർക്കറ്റ് ഈ വാക്കൊന്നും നമ്മൾ പെട്ടെന്ന് മറക്കൂല, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുകളിൽ പെട്ടതാണ് അസൂഗ് എന്നുള്ളത്. അപ്പൊ ഗിരീബ് ബിൻ റൂഹ് അസൂഗ്, ഞങ്ങൾ പിന്നെ അധികം താമസിയാതെ ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് പോകും എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഗിരീബ് ബിൻ റൂഹ് അസൂഗ്. ഗിരീബ് ബിൻ റൂഹ് അസൂഗ്, ഞങ്ങൾ ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് പോകും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത് ബഅദ ശുവയ്യ വെച്ചിട്ടാണ്. ഓക്കെ, ബഅദ ശുവയ്യ. ഓക്കെ, അപ്പോൾ എന്ത് മതി ഇവിടെ? ഇവിടെയും നമ്മൾ ഇതേ വാക്ക് തന്നെയാണ്, ബിൻ റൂഹ് ബഅദ ശുവയ്യ. അല്പം കഴിഞ്ഞിട്ട്, കുറച്ച് സമയം കഴിഞ്ഞ് എന്താണ്? ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകും. ഇല്ലെങ്കിലോ ബിൻ റൂഹ് അൽ ഹീൻ. ഓക്കെ, അപ്പോൾ ഈ വാക്ക് തന്നെ ഇവിടെയും വെച്ചിട്ട് ബിൻ റൂഹ് അൽ ഹീൻ. ബിൻ റൂഹ് അൽ ഹീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പോവും മാർക്കറ്റിലേക്ക്. എപ്പോഴാണ് പോവുക? ഞങ്ങളിപ്പോൾ പോവാണ്. ഓക്കെ, ബിൻ റൂഹ് അൽ ഹീൻ അല്ലെങ്കിൽ ബിൻ റൂഹ് ബഅദ ശുവയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. അല്ലെങ്കിലോ ഗിരീബ് ബിൻ റൂഹ് അസൂഗ്, പിന്നെ അധികം താമസിയാതെ ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങൾ പോകും. ഓക്കെ, പറയാം. ഓക്കെ, ഇല്ലെങ്കിലോ പിന്നെ ഈ ഫ്യൂച്ചർ ടെൻസിലെ ക്രിയയാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഫ്യൂച്ചർ ടെൻസിലെ ക്രിയകൾ വെച്ചിട്ടാണ് ഇത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് പിന്നെ ഇതൊന്നും ഇല്ലാതെ ബഅദ ശുവയ്യ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറയാം ബിൻ റൂഹ് അൽ ഹീൻ അല്ലെങ്കിൽ ബിൻ റൂഹ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോകും എന്ന രൂപത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് പറയാം. ഈ വാക്ക് തന്നെ ഇവിടെ ചേർത്തിട്ട് ബിൻ റൂഹ് ഇൻഷാ അല്ലാഹ്, ബിൻ റൂഹ് പോകും നമ്മൾ പോകും എന്ന് പറയാറില്ല. ബിൻ റൂഹ് നമ്മൾ പോകും, ഞങ്ങൾ പോകും എന്ന അർത്ഥത്തിൽ അങ്ങനെയും പറയാം. ഓക്കെ, ശരി. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. ഓക്കെ, മറ്റാ ബിൻ റൂഹ് അസൂഗ്, എപ്പോഴാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവുക? ശുവയ്യ ബാഗി, കുറച്ച് സമയം കൂടി ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ശുവയ്യ ബാഗി, കുറച്ചും കൂടി ഉണ്ട്. അതായത് നമ്മൾ സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സമയം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ശുവയ്യ ബാഗി എന്ന് പറഞ്ഞ ശുവയ്യ ബാഗി, കുറച്ച് സമയം കൂടി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് പറയാം. ഒന്നാമത്തേതാണ് ഗിരീബ് ബിൻ റൂഹ് അസൂഗ്, ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ മാർക്കറ്റിലേക്ക് ഞങ്ങൾ അടുത്ത് തന്നെ പോകും, അധികം താമസിയാതെ പോകും. അല്ലെങ്കിലോ ബിൻ റൂഹ് ബഅദ ശുവയ്യ, ബിൻ റൂഹ് ബഅദ ശുവയ്യ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോകും. അല്ലെങ്കിൽ ബിൻ റൂഹ് അൽ ഹീൻ, ഇപ്പം തന്നെ നമ്മൾ പോകും, ഇപ്പം തന്നെ പോകും. ഓക്കെ, അങ്ങനെ പറയാം. ഇല്ലെങ്കിലോ ശുവയ്യ ബാഗി, കുറച്ചും കൂടി ഉണ്ട്, 4 മണി ആയില്ലല്ലോ, കുറച്ചുകൂടി സമയമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് ആകാനായി എന്നുള്ള ആശയത്തിൽ പറയാന്നുള്ളത്. ഇപ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് കിടക്കാം. വെയിൻ അൽ മുദീർ, മുദീർ എവിടെ എന്നൊരു കസ്റ്റമർ വന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ മുദീർ വരാനായിട്ടുണ്ട് എന്ന് പറയണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. നേരത്തെ 4 എഴുതിയിരുന്നു, അത് ഞാൻ 3 ചുരുക്കി, കാരണം ഇവിടെ ഫ്യൂച്ചർ ടെൻസ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കോളങ്ങൾ ഒഴിവാക്കിയാൽ മതിയല്ലോ. ശരി, അപ്പോൾ മുദീർ വരും എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ മുദീർ വരാനായി എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ രൂപം എന്താണ്? ഗിരീബ് വെച്ചിട്ടാണ് പറയുക. ഗിരീബ്. ഓക്കെ, വരും എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ബീജി എന്നാണ്. ബീജി. ഗിരീബ് ബീജി. ആരാണ്? ബീജിൽ മുദീർ. ഓക്കെ, ഗിരീബ് ബീജി അൽ മുദീർ എന്നാണ്. അപ്പോൾ ആ അല്ലിൻ്റെ ഒരു ഇല്ല് നമുക്ക് ഇവിടെ കൊടുക്കാം. മുദീർ, ഗിരീബ് ബീജിൽ മുദീർ. ഓക്കെ, ഗിരീബ് ബീജിൽ മുദീർ, ഗിരീബ് ബീജിൽ മുദീർ, മുദീർ ഇപ്പോൾ വരും എന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ വരാനായി എന്നുള്ളതിൻ്റെ ഒരു രൂപം ഗിരീബ് ബീജിൽ മുദീർ. ഓക്കെ, മുദീർ വരാനായിട്ടുണ്ട്, അപ്പോൾ അടുത്ത് തന്നെ ആൾ എത്തും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ഇത് തന്നെ എന്ത് ചെയ്യാം? അടുത്തത് ബഅദ ശുവയ്യ വെച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പറയണം. ബീജിൽ മുദീർ ബഅദ ശുവയ്യ, ബീജിൽ മുദീർ ബഅദ ശുവയ്യ. കുറച്ച് കഴിഞ്ഞിട്ട്, ഒരല്പസമയം കഴിഞ്ഞ് എന്ത് ചെയ്യും? മുദീർ എത്തും, വരും എന്നാണ്. ഓക്കെ, ഇനി അടുത്തതോ ബീജിൽ മുദീർ അൽ ഹീൻ, ബീജിൽ മുദീർ അൽ ഹീൻ. ഓക്കെ, ശരി. ഇനി മുദീർ വരാനായോ എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നത് എങ്കിൽ എന്ത് പറയാം നമുക്ക്? ല ശുവയ്യ ബാഗി എന്ന് പറയാം. ല ശുവയ്യ ബാഗി, കുറച്ച് സമയം കൂടിയുണ്ട്. ഓക്കെ, മുദീർ ഇപ്പോൾ മീറ്റിങ്ങിലായിരിക്കും. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരാനായോ എന്നായിരിക്കും ചിലപ്പോൾ കസ്റ്റമർ ചോദിക്കുക. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമല്ലോ. പിന്നെ
ഖല്ലസൽ ഇജ്തിമാ എന്ന് ചോദിക്കുമ്പോൾ ഖല്ലസൽ ഇജ്തിമാ, അല്ലെങ്കിൽ അൽ ഇജ്തിമാ ഖലാസ്, അൽ ഇജ്തിമാ ഖലാസ് മീറ്റിംഗ് കഴിഞ്ഞോ എന്ന് കസ്റ്റമർ ചോദിക്കാന്നുണ്ടെങ്കിൽ ല ശുവയ്യ ബാക്കി, കുറച്ച് സമയം കൂടിയുണ്ട്, എന്നിട്ട് മുദീർ വരും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. ഗിരീബ് ബീജിൽ മുദീർ, മുദീർ അധികം താമസിയാതെ വരും. ഓക്കെ, അല്ലെങ്കിൽ ബീജിൽ മുദീർ ബഅദ ശുവയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് മുദീർ വരും. അല്ലെങ്കിൽ ബീജിൽ മുദീർ അൽ ഹീൻ, ബീജി അൽ മുദീർ അൽ ഹീൻ, മുദീർ ഇപ്പോൾ തന്നെ എത്തും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഉദാഹരണം നോക്കാം. നിൻ്റെ ജോലി കഴിയാനായോ? എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ജോലി കഴിയാനായോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ജോലി കഴിയാനായി എന്ന് പറയണം. യെസ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പറയാം? അപ്പോൾ കഴിഞ്ഞു എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഖല്ലസ എന്ന വാക്കാണ്. മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള വാക്കാണ് ഖല്ലസ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ജോലി ഉടനെ കഴിയും എന്ന് പറയണമല്ലോ. യെസ്. അപ്പോൾ അതിന് ഗരീബ് ബഖല്ലസ്, ഗരീബ് ബഖല്ലസ് അദ്ദവാം, ബഖല്ലസ് അദ്ദവാം. അപ്പോൾ ഈ ബഖല്ലസ് അദ്ദവാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം അല്ലേ? ബഖല്ലസ് അദ്ദവാം എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാം. ബഖല്ലസദ്ദവാം എന്ന് പറഞ്ഞാൽ ബഖല്ലസദ്ദവാം, ഗിരീബ് ബഖല്ലസദ്ദവാം. അധികം സമയമൊന്നുമില്ല, അധികം താമസിയാതെ എന്ത് ചെയ്യും? എൻ്റെ ജോലി കഴിയും. ഗിരീബ് ബഖല്ലസദ്ദവാം എന്ന് പറയും. ഗിരീബ് ബഖല്ലസദ്ദവാം, ഇങ്ങനെ ഗിരീബ് ബഖല്ലസദ്ദവാം. ഇല്ലെങ്കിലോ ബഖല്ലസദ്ദവാം ബഅദ ശുവയ്യ, ബഖല്ലസദ്ദവാം ബഅദ ശുവയ്യ, ഒരല്പസമയം കഴിഞ്ഞാൽ, അല്ല കുറച്ചുകൂടി സമയമുള്ളൂ, വെയിറ്റ് ചെയ്യും. ബഖല്ലസദ്ദവാം ബഅദ ശുവയ്യ. അല്ലെങ്കിലോ ബഖല്ലസദ്ദവാം അൽ ഹീൻ, ഇപ്പം തീരും എന്ന് വെയിറ്റ് ചെയ്യും, ബേജാറാവല്ലേ അല്ലേ? ബഖല്ലസദ്ദവാം അൽ ഹീൻ, എൻ്റെ ജോലി ഇപ്പം തീരും. ഇല്ലെങ്കിലോ അവർ പറയാം എന്ത്? ശുവയ്യ ബാഗി, കുറച്ചും കൂടിയുണ്ട് അല്ലേ? കുറച്ചും കൂടിയുണ്ട്. അതിന് വേറെ ഒരു രീതി എന്താണ്? ലിസ്സ ബാഗി എന്ന് കൂടി പറയാം. ലിസ്സ ബാഗി. ലിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന അർത്ഥത്തിലാണ്. ജോലി കഴിഞ്ഞോ? ഇല്ല, ലിസ്സ ബാഗി, കുറച്ചും കൂടി ഉണ്ട് എന്ന രൂപത്തിലും പറയാം. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ശരി. അപ്പോൾ ഗിരീബ് ബഖല്ലസദ്ദവാം, എൻ്റെ അധികം താമസിയാതെ ജോലി കഴിയും. ബഖല്ലസദ്ദവാം ബഅദ ശുവയ്യ, ഒരല്പസമയത്തിന് ശേഷം ജോലി കഴിയും. അല്ലെങ്കിൽ ബഖല്ലസദ്ദവാം അൽ ഹീൻ, ഇപ്പം കഴിയും, വെയിറ്റ് ചെയ്തോ അല്ലേ? അല്ലെങ്കിലോ ശുവയ്യ ബാഗി, അല്ലെങ്കിൽ ബാഗി ശുവയ്യ. രണ്ട് രീതിയിൽ അങ്ങോട്ടോട്ട് മറച്ച് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ഒരല്പം കൂടി തീരാനുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇനി കട തുറക്കാനായി അല്ലെങ്കിൽ കട അടയ്ക്കാനായി എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ശരി. തുറക്കുക, അടയ്ക്കുക എന്നുള്ളതിന് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ശരി. അപ്പോൾ തുറന്നു എന്നുള്ളതിന് ഫതഹ എന്ന വാക്കാണ്, അടച്ചു എന്നുള്ളതിന് സക്കർ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഗഫൽ എന്ന വാക്കുണ്ട്, പക്ഷെ സക്കർ എന്ന വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമുക്കത് എടുക്കാം. ഓക്കെ, അപ്പോൾ കട അടയ്ക്കാനായി എന്ന് പറയണമല്ലോ. ശരി. അപ്പോൾ എന്താണ്? ഗിരീബ് കട അടയ്ക്കും എന്നുള്ളതിന് എന്താണ്? ബി യഫ്തഹ് എന്ന് പറയാം. ബി യഫ്തഹ്, ബി യഫ്തഹ്. ഇനി അടയ്ക്കും എന്നുള്ളതിനോ? ബി യിസക്കിർ എന്ന് പറയാം. ബി യിസക്കിർ. ഓക്കെ, ബി യിസക്കിർ, ബി യഫ്തഹ് അല്ലെങ്കിൽ ബി യസക്കിർ. ബി യഫ്തഹ് എന്ന് പറഞ്ഞാൽ പിന്നെ തുറക്കും, ബി യിസക്കിർ എന്ന് പറഞ്ഞാൽ അടയ്ക്കും. കടയ്ക്ക് എന്താണ് പറയുക? അൽ മഹൽ എന്നാണ് പറയുക. അൽ മഹൽ. ഓക്കെ, അപ്പോൾ ഈ മഹൽ എന്താ നമുക്ക് ഇതിനോട് ചേർത്ത് പറയാം കേട്ടോ. ബി യഫ്തഹൽ മഹൽ, ബി യഫ്തഹൽ മഹൽ അല്ലെങ്കിൽ ബി യിസക്കിറൽ മഹൽ. ഓക്കെ, ബി യിസക്കിറൽ മഹൽ. അപ്പോൾ ഗിരീബ് ബി യഫ്തഹൽ മഹൽ, ഗിരീബ് ബി യഫ്തഹൽ മഹൽ. ഓക്കെ, അധികം താമസിച്ചത് എന്ത് ചെയ്യും? കട തുറക്കും. ഇനി ഞങ്ങൾ തുറക്കും എന്ന് പറയാൻ ഈ യാ മാറ്റിയിട്ട് അവിടെ ന എന്നുള്ളത് ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ബി നഫ്തഹ് എന്നാവും. ഓക്കെ, ബി നഫ്തഹ്. അപ്പോൾ ഇവിടെയും ബി
പിന്നെ നുസക്കീർ എന്നാക്കിയാൽ മതി. ഓക്കെ, ബി നുസക്കീർ എന്ന് പറയാം. ഓക്കെ, ബി നഫ്തഹ്, ഇവിടെ ബി നുസക്കീർ. അങ്ങനെ ആക്കിയാൽ ഞങ്ങൾ തുറക്കും, അധികം താമസിയാതെ ഞങ്ങൾ തുറക്കും എന്ന അർത്ഥത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ബി യഫ്തഹൽ മഹൽ, ഗിരീബ് ബി യഫ്തഹൽ മഹൽ എന്ന് പറഞ്ഞാൽ അധികം താമസിയാതെ ഞങ്ങൾ കട തുറക്കും. ഇനി ഗിരീബ് ബി യഫ്തഹൽ പിന്നെ മഹൽ എന്ന് പറഞ്ഞ് ബി യുസക്കീർ അൽ മഹൽ എന്ന് പറഞ്ഞാൽ അധികം താമസിയാതെ കട അടയ്ക്കും. ഇനി ഞങ്ങൾ തുറക്കുന്നുള്ളതിന് ഗിരീബ് ബി നഫ്തഹൽ മഹൽ, ഞങ്ങൾ അധികം താമസിയാതെ കട തുറക്കും. ഇനിയോ ഗിരീബ് ബി നുസക്കിർ അൽ മഹൽ, അധികം താമസിയാതെ ഞങ്ങൾ എന്ത് ചെയ്യും, കട അടയ്ക്കുമെന്നുള്ളതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാണ് തുറക്കുക എന്നുള്ളതിന് എന്ത്, ഈ സംഗതി ഇനി ശേഷം ബാദശുവ ചേർത്താൽ മതിയല്ലോ. ബി യഫ്തഹൽ മഹൽ ബാദശുവയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് കട തുറക്കും. അല്ലെങ്കിൽ ബി നഫ്തഹൽ മഹൽ ബാദശുവയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട തുറക്കും. ഇനി ബി യുസക്കിർ അൽ മഹൽ ബാദശുവയ്യ, കുറച്ച് കഴിഞ്ഞ് കട അടയ്ക്കും. ഓക്കെ, ഇനി അല്ലെങ്കിലോ ബി നുസക്കിർ അൽ മഹൽ ബാദശുവയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട പിന്നെ അടയ്ക്കും. ഓക്കെ, ഇനി അത് തന്നെ അൽഹീൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വരികയാണെന്ന് കട തുറക്കാനായോ എന്ന് ചോദിക്കുമ്പോൾ ല ശുവയ്യ ബാഗി, അല്ലെങ്കിൽ ബാഗി ശുവയ്യ, ഒരു കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. കട അടയ്ക്കാനായോ, ശുവയ്യ ബാഗി, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കട അടയ്ക്കും. അല്ലെങ്കിൽ ബാഗി ശുവയ്യ എന്ന് പറഞ്ഞാൽ ക്ലിയറായി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഇനി ആയിഷ പുറത്തേക്ക് വരാനുള്ള സമയം ആയിട്ടുണ്ട്, എങ്ങനെ പറയാം അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും അല്ലേ, ഇന്ന ഒരാളെ ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട്, അപ്പോൾ ഇതൊരു സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആയിഷേനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ആയിഷ പുറത്തേക്ക് വരാനായിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? യെസ്, അപ്പോൾ ഗിരീബ് വെച്ചിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ പുറത്തേക്ക് വരിക എന്നുള്ളതിനൊരു വാക്ക് ത്വലഅ എന്ന വാക്ക്. ഓക്കെ, ത്വലഅ എന്നുള്ളൊരു വാക്കാണ് പുറത്തേക്ക് വന്നു എന്ന് ഉപയോഗിക്കുന്നത്, ത്വലഅ. അപ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് അവൾ പുറത്തേക്ക് വരും എന്ന് പറയാൻ നമ്മൾ എന്താണ്, ബി തത്ല എന്ന് പറയാം. ഓക്കെ, ബി തത്ല. ഓക്കെ, ബി തത്ല. ഈ അവസാനത്തെ എന്നുള്ളത് ഐനാണ്, അപ്പോൾ അത് ഒഴിവാക്കാൻ പാടില്ല. ബി തത്ല എന്നാണ്, ഐൻ എന്ന വാക്ക്, ഐൻ, ബി തത്ല. അപ്പോൾ ഗിരീബ് ബി തത്ല ആയിഷ. ഓക്കെ, നമ്മൾ ആയിഷ എന്ന് പറയാം, യാ ആണ് പറയുക, ശരിക്ക് ആയിഷ എന്നാണ്, ഐനാണ് ആദ്യത്തെ വാക്ക്, ആയിഷ എന്നാണ് ശരിക്കും പറയേണ്ടത്, ആയിഷ അല്ല, ഐൻ. ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആയിഷ. ഓക്കെ, ഗിരീബ് ബി തത്ല ആയിഷ. ഓക്കെ, ഗിരീബ് ബി തത്ല ആയിഷ. യെസ്, അപ്പോൾ ആയിഷ പുറത്തേക്ക് അധികം താമസിയാതെ വരും. ഇങ്ങനെ ഗിരീബ് ബി തത്ല ആയിഷ. ഓക്കെ, ഇനി ആയിഷ കുറച്ച് സമയത്തിന് ശേഷം വരും എന്നെങ്ങനെ പറയും, ബി തത്ല ആയിഷ ബഅദ ശുവയ്യ, ബി തത്ല ആയിഷ ബഅദ ശുവയ്യ. ഓക്കെ, ഇനി ഇപ്പം തന്നെ വരും എന്നെങ്ങനെ പറയും, ബി തത്ല ആയിഷ അൽ ഹീൻ, ബി തത്ല ആയിഷ അൽ ഹീൻ. ഇനി ആയിഷ പുറത്തേക്ക് വരാനായോ, ശുവയ്യ ബാഗി, അല്ലെങ്കിൽ ബാഗി ശുവയ്യ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ്. ശരി, അപ്പോൾ ഒരു കാര്യമാകാനായി എന്നൊക്കെ ഏത് രൂപത്തിലേക്ക് പറയും എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഈ സംഗതി മനസ്സിലായല്ലോ, ബഅദ ശുവയ്യ വെച്ച് പറയാം, ഗിരീബ് വെച്ച് പറയാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് വാക്കാണോ നമുക്ക് ഇവിടെ പറയേണ്ടി വരും, ഒരു ക്രിയയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു കാര്യം പിന്നെ ഇന്ന ചെയ്യാൻ അല്പസമയത്തിന് ശേഷം ഇന്ന സംഭവിക്കും എന്ന് പറയണമല്ലോ, ആ ക്രിയയാണ് നമുക്കിനി കിട്ടേണ്ടത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുക, എന്നിട്ട് അത് കണ്ടെത്തുക. അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, ഞാനതിൻ്റെ അറബി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരാനായി, പോകാനായി, പിന്നെ എത്താറായി എന്നൊക്കെ പറയും. ഇനി കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളിത് എന്ത് ചെയ്യുക, തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.